ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തെയും പോലെ എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ എന്നുള്ള അടിപൊളി ടിപ്പുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ അരിപ്പ ഉണ്ടല്ലോ, ഇതേപോലെ സ്റ്റീലിൻ്റെ അരിപ്പ ഉണ്ടെങ്കിൽ അതിനകത്ത് കത്തിയൊക്കെ മുറിച്ച് കൂട്ടിയെടുക്കാം. അപ്പോൾ ചെറിയ കത്തിയാണേലും വലിയ കത്തിയാണേലും ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല രീതിയിൽ മൂർച്ച കൂടി കിട്ടും. കല്ല്, ഇടികല്ല് അങ്ങനെ ഒന്നും ഇല്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താലും കത്തിക്കൊക്കെ നല്ല രീതിയിൽ മൂർച്ച കൂടി കിട്ടും. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതേപോലെ തന്നെ ചിരവയ്ക്ക് ഇതേപോലെ ഇടികല്ലിൻ്റെ അത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അതിൻ്റെ നല്ല രീതിയിൽ മൂർച്ച കൂടി കിട്ടുന്നുണ്ടോ. ഇപ്പോൾ തേങ്ങ ചിരവാനൊക്കെ എളുപ്പമായിരിക്കും. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. നമ്മൾ നെയിൽ കട്ടറിനൊക്കെ മൂർച്ച കൂട്ടണമെങ്കിൽ നമ്മൾ ഗുളികയുടെയൊക്കെ സ്ട്രിപ്പ് കളഞ്ഞ് ഇത് കാണത്തില്ല, അതിനകത്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ നെയിൽ കട്ടർ നല്ല രീതിയിൽ മൂർച്ച കൂടി കിട്ടും. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എത്ര പഴകിയ നെയിൽ കട്ടറാണെങ്കിലും ഇതേപോലെ ചെയ്ത് നോക്കേ, നല്ല രീതിയിൽ നമുക്ക് നഖം മുറിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് എടുക്കാം. അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചട്ടിയൊക്കെ ദ്വാരം വീണാലോ ചട്ടി വിണ്ട് കീറിയാലോ പൊട്ടലുണ്ടെങ്കിലോ നമുക്ക് അത് എങ്ങനെ നികത്താം. ഉണ്ടോ, നല്ല ലീക്കുള്ള ചട്ടിയാണിത്. ഞാനപ്പോൾ അത് വലുതായിട്ട് ഉപയോഗിക്കാറില്ല, മാറ്റി വെച്ചിരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് കറിയൊക്കെ വെക്കുന്നതിനായിട്ട് നമുക്കതിൻ്റെ ഹോളൊന്ന് അടച്ചെടുക്കാം. അപ്പോൾ കണ്ടോ, വെള്ളം വെച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇറ്റി വീഴുന്നുണ്ടോ, ബാക്കിൽ കൂടുന്നുണ്ടോ, നല്ല രീതിയിൽ അത് ചോർച്ചയുണ്ട്. അപ്പോൾ പുതിയ ചട്ടിയായിരുന്നു, പെട്ടെന്നാണ് അങ്ങനെ വന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ പഴുത്ത ഈത്തപ്പഴം എടുക്കുക, നല്ല പേസ്റ്റ് രൂപത്തിലുള്ള ഈത്തപ്പഴം വേണം എടുക്കാനായിട്ട്. അപ്പോൾ അത് നമുക്കൊന്ന് അടർത്തിയിട്ട് അതിനകത്തൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ആ കുരുവൊക്കെ ഇളക്കി കളഞ്ഞിട്ട് അതിനകത്തുള്ള ആ നല്ല പേസ്റ്റ് വേണം എടുക്കാൻ. കണ്ടോ, അത് ആ ഹോളിനകത്തൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുക. അതിൻ്റെ ആ ഹോളിനകത്തോട്ട് ഇറങ്ങിയാൽ മതി അതിൻ്റെ ആ പേസ്റ്റ് ഈത്തപ്പഴത്തിൻ്റെ. നല്ലോണം വെച്ച് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പം ആ തൊലിയുടെ ഭാഗമൊക്കെ ചെടിക്കകത്തുണ്ടെങ്കിൽ തന്നെയും അത് നമ്മൾ ചൂടാക്കി വരുമ്പോഴത്തേനും ആ മുകൾ ഭാഗം ഇനി ചിരണ്ടിക്കളയാം. ബാക്കിയുള്ളത് അതിനകത്ത് നല്ല രീതിയിൽ പിടിച്ചിരിക്കും. പിന്നെ നമുക്ക് കറിയൊക്കെ വെക്കുന്നതിനാണേലും അത് ലീക്കാവത്തൊന്നുമില്ല ചട്ടി. അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ തേച്ച് കൊടുക്കണം. അതിൻ്റെ പേസ്റ്റ് ഫുള്ള് ആ വിടവിലൊക്കെ കീറണം. അപ്പം ഹോളുള്ള നല്ല വട്ടത്തിൽ ഹോളൊക്കെ ഉള്ള ചട്ടിയാണേലും ഇതേപോലെ ചെയ്തെടുക്കാം. അതിനകത്തുനിന്ന് ആ പേസ്റ്റ് രൂപത്തിലുള്ളത് വേണം എടുക്കാൻ. തൊലിയൊന്നും വെച്ചാൽ കീറില്ല. അപ്പോൾ കണ്ടോ, എല്ലാം തേച്ചെടുത്തിട്ടുണ്ട് ഞാൻ. എവിടെയൊക്കെയാണോ നമുക്ക് അതിനകത്ത് വിണ്ട് കീറിയിരിക്കുന്നത് അതിനകത്തെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കണം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കമത്തി വെച്ച് കൊടുക്കാം. ബാക്കിൽ തേക്കണമെന്നില്ല. ഇനി ഞാൻ അടുപ്പത്ത് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കമത്തി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ 5 മിനിറ്റ് ഇതേപോലെ ഒന്ന് വയ്ക്കുമ്പോഴത്തേനും നല്ലവണ്ണം ചൂടായി കിട്ടും. അപ്പം അതിൻ്റെ ആ ഹോളൊക്കെ ഒന്ന് അടഞ്ഞു കിട്ടും. നല്ല രീതിയിൽ ആ ഹോളൊക്കെ ഒന്ന് അടഞ്ഞു കിട്ടും. പിന്നെ നമ്മളിതിനകത്ത് എന്ത് വെച്ചാലും ലീക്കാവില്ല. നമ്മൾ ചട്ടിയൊക്കെ തേച്ച് കഴുകിയിട്ട് വേണം ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട്. കാരണം ഒരുപാടിട്ട് ഉരയ്ക്കാൻ പാടില്ലല്ലോ. സ്ക്രബ്ബർ വെച്ചിട്ട് ഇത് ഒരുപാടിട്ട് ഉരയ്ക്കരുത്. അപ്പോൾ ഇതേപോലെ ആക്കി കണ്ടോ, നല്ല രീതിയിൽ അതിനകത്തെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി മുകളിലത്തെ ആ ഇരിക്കുന്നതൊക്കെ അതങ്ങ് ഒരു ചിരണ്ടിക്കളയാം. ഇനി ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം. മോൾ ഭാഗത്ത് ഇരുന്നേക്ക് ഇതേപോലെ ഒന്ന് മാറ്റിക്കളയാം.
ഇപ്പോൾ ചട്ടിയുടെ വിണ്ട് കീറിയ ഭാഗത്തെല്ലാം പിടിച്ചിട്ട് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ സ്വല്പം വെള്ളമൊഴിച്ച് കാണിച്ചു തരാം. ആദ്യം നല്ല രീതിയിൽ ലീക്കായിട്ടുള്ള ചട്ടിയായിരുന്നു. ഇപ്പം നോക്കേ, കണ്ടോ, നമ്മൾ എത്ര നേരം ഇതേപോലെ വെച്ചാലും ലീക്കാവില്ല. അപ്പം നമ്മൾ പൊട്ടിയ ചട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിടണ്ട, ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കറി വയ്ക്കാവുന്നതാണ്. അതും പുതിയ ചട്ടി ആയതുകൊണ്ടാണ് ഞാൻ കളയാതെ വെച്ചിരുന്നത്. അപ്പോൾ കണ്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇത് വളരെ എളുപ്പമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ടിപ്പുകളാണ്. അപ്പോൾ എൻ്റെ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. ഇത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.